പ്രിയ കുടുംബങ്ങളെ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് നമ്മൾ ആരും ഒഴിഞ്ഞിരിക്കരുത്. എസ്തർ വിളിയനുസരിച്ച് വിശ്വസ്തയായി തീർന്നെങ്കിൽ ദൈവം ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ ഉയർത്തിക്കൊണ്ടുവരും. ശൗൽ രാജത്വത്തിന് യോഗ്യനല്ല എന്ന് തന്റെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചപ്പോൾ ദൈവം ദാവീദിനെ എഴുന്നേൽപ്പിച്ചു. മൊർദെഖായി എസ്തറിനോട് പറയുന്നു, ഇങ്ങനെയുള്ളൊരു കാലത്തിനായിട്ടല്ലേ നീ രാജസ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. തൻ്റെ ജനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ദൈവം എസ്തേറിനെ അധികാരമുള്ള ഒരു സ്ഥാനത്ത് ആക്കിയിരിക്കുകയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ആയിരിക്കുന്നത് സന്ദർഭവശാലല്ല, ദൈവം നിങ്ങളെ അവിടെ നിയമിച്ചിരിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്നു കൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റു മീഡിയയിലൂടെ ഒക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ആദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ 4-ാമത്തെ മാസത്തിലേക്ക് സ്വർഗസ്ഥനായ ദൈവം നമ്മളെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ പുതിയ മാസം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാം ദൈവത്തിൻ്റെ അനുകൂലത ഉണ്ടാകാനായിട്ടും കൂടെ ഈ അവസരത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ചില ഭവനങ്ങൾക്കായിട്ട് നമ്മൾ ആ കുടുംബങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു. ഇസ്രായേലിൻ്റെ ദേശത്തായിരിക്കുന്ന കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇസ്രായേലിൻ്റെ ദേശത്തായിരിക്കുന്ന പ്രിയ കുടുംബത്തിനായിട്ട് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലിസ്ഥലത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ, അത്ഭുതകരമായിട്ട് അവിടുന്ന് നടത്തുമാറാകണമേ. പ്രിയ സിസ്റ്ററുടെ പേരൻസിനായിട്ട്, തലമുറകൾക്കായിട്ട്, കൂടപ്പിറപ്പുകൾ ആയിട്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 2025 ഏറ്റവും അനുഗ്രഹമായിട്ട് മാറേണ്ടതിന് സമാധാന വർഷമായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവിനായിട്ട് ഈ അവസരത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിവേഗത്തിൽ സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ വാഗ്ദത്ത നിവൃത്തി സംഭവിക്കട്ടെ, എല്ലാ നിരാശകളും നീങ്ങിപ്പോകട്ടെ, അനാവശ്യമായി സാമ്പത്തിക ചോർച്ച ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കരുത് എന്നും കൂടെ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ നേരിട്ട ചില നഷ്ടങ്ങൾ ലാഭകരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിരിക്കുന്ന പ്രിയ മകനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. റോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവം കരുണ കാണിക്കേണ്ടതിന് ഞാൻ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, കരങ്ങൾ കോർത്ത് പിടിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഇസ്രായേലിന്റെ ദേശത്തായിരിക്കുന്ന പ്രിയ കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ജോലി സ്ഥലത്ത് അനുഗ്രഹിക്കപ്പെടട്ടെ, അത്ഭുതകരമായിട്ട് ഈ വർഷം മുഴുവൻ നടത്തപ്പെടുമാറാകട്ടെ. പ്രിയ സിസ്റ്ററുടെ പേരൻസിനായിട്ട് പ്രാർത്ഥിക്കുന്നു, തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു, കൂടപ്പുറപ്പുകൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2025 ഏറ്റവും അനുഗ്രഹമായിട്ട് മാറട്ടെ, സമാധാന വർഷമായി തീരട്ടെ. പ്രിയ പിതാവിനായിട്ട് ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അതിവേഗത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. അതുപോലെ തന്നെ വാഗ്ദത്ത നിവൃത്തി സംഭവിക്കട്ടെ, എല്ലാ നിരാശകളും നീങ്ങിപ്പോകട്ടെ, അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക ചോർച്ച മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ നേരിട്ട ചില നഷ്ടങ്ങൾ ലാഭകരമായി മാറട്ടെ. പ്രിയ കുടുംബം ആശീർവദിക്കപ്പെടട്ടെ. അപ്പോൾ തന്നെ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയിരിക്കുന്ന റോഷന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു കർത്താവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോകുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ മാറ്റമില്ലാത്ത ആലോചനയുമായിട്ടും വചനമായിട്ടും കടന്നു വരാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ രഹസ്യം. എന്താണ് സമാധാനത്തിൻ്റെ രഹസ്യം എന്നതിനെ പറ്റി വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനത്തിലൂടെ നിങ്ങളിലേക്ക് ചില ആലോചനകൾ കൈമാറാനായിട്ട് പോകുകയാണ്. ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാട്ട്, ഈ ഭൂമിയിലെ ജീവൻ ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ടിട്ടും സമാധാനത്തോട് അടുക്കാതെ പുരാതന ഗോത്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ പോലെ നാം തുടരുകയാണ്. അതിനാൽ ലോകം ദാഹത്തോടെ സമാധാനം അന്വേഷിച്ച് കൊണ്ടേയിരിക്കുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാര് സഹായഹസ്തവുമായിട്ട് സന്തോഷത്തോടെ മുൻപോട്ട് വരുന്നു. ആഴമുള്ളതും
ആന്തരികവും സംതൃപ്തിപ്പെടുത്തുന്നതുമായ സമാധാനം അവർ ആഗ്രഹിക്കുകയാണ്. ഈ ലോകമുടനീളം സമാധാനം വേണമെന്ന് അവർ വാഞ്ചിക്കുന്നു. എല്ലാവരും അതേപോലെ ആഗ്രഹിക്കുന്നു. യുദ്ധങ്ങളും സംഘർഷങ്ങളും ഇല്ലാത്ത അവസ്ഥ, കുടുംബങ്ങളെയും സമൂഹത്തെയും ഭിന്നിപ്പിക്കുന്ന കലഹങ്ങളും വിദ്വേഷങ്ങളും ഇല്ലാത്ത അവസ്ഥ. എല്ലാവരും ധാരാളം പണം സമ്പാദിച്ചാൽ സമാധാനം ഉണ്ടാകുമെന്ന് ലോകം ചിന്തിക്കുന്നു. എന്നാൽ അത് സത്യമല്ല എന്നറിയുക. സമ്പത്തിൽ ധനികർക്ക് സമാധാനം ഇല്ല എന്നറിയുക. എല്ലാ ആയുധങ്ങളും നശിപ്പിച്ചാൽ ലോകത്തിൽ സമാധാനം ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ ഒരു കൈത്തോക്ക് പോലും ഇല്ലാതെയാണ് കായീൻ ഹാബേലിനെ കൊന്നുകളഞ്ഞത് എന്ന് അറിയുക. മനുഷ്യന്റെ ഹൃദയമാണ് പ്രശ്നക്കാരൻ. മദ്യപിക്കുന്നതിൽ സമാധാനം കണ്ടെത്താമെന്ന് കുറെ പേര് ചിന്തിക്കുന്നു. എന്നാൽ അവരത് കണ്ടെത്താൻ കഴിയത്തില്ല. ധാരാളം അറിവുകൾ നേടിയാൽ സമാധാനം കിട്ടുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ അവർ ധാരാളം ബിരുദങ്ങൾ വാരിക്കൂട്ടുന്നു. എന്നാൽ സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ല. ചിലർ ലോകത്തിലെ മതങ്ങളിലും മനസ്സിനെ വക്രിക്കുന്ന ദുരുപദേശങ്ങളിലും അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒടുവിൽ അവിടെയും സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ല. ആയിരക്കണക്കിന് വഴികളിലേക്ക് നാം തിരിഞ്ഞ് സമാധാനം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ അവിടെയും സമാധാനം കണ്ടെത്താൻ മനുഷ്യർക്ക് കഴിയുന്നില്ല. വേദപുസ്തകം പറയുന്ന ശ്രദ്ധിച്ച്, സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം നൽകുവാൻ കഴിയുന്ന ഒരേ ഒരുവൻ യേശു ക്രിസ്തു മാത്രമാകുന്നു എന്ന് ഈ അവസരത്തിൽ അറിയിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വളരെ ലളിതമായ സത്യം ഇതാണ്: ദൈവത്തോട് നമുക്ക് സമാധാനം ഉണ്ടാകുന്നത് വരെ ഈ ലോകത്തിൽ നമുക്ക് യഥാർത്ഥ സമാധാനം ഉണ്ടാകുകയില്ല. ആറ്റം ബോംബ് നിർമ്മിച്ച് അധികം വൈകാതെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇങ്ങനെ പറയുകയുണ്ടായി: ആറ്റത്തിന്റെ അനിയന്ത്രിതമായ ശക്തി നമ്മുടെ ചിന്താശക്തി ഒഴിച്ച് ബാക്കി എല്ലാത്തിനും മാറ്റം വരുത്തി. മനുഷ്യവർഗം നിലനിൽക്കണമെങ്കിൽ സമഗ്രമായ ഒരു പുതിയ ചിന്താഗതി നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഐൻസ്റ്റീന്റെ ദുഃഖമുഖം കണ്ട് ഒരു ഫോട്ടോഗ്രാഫർ ചോദിച്ചു, ഒരു സമാധാനം ഒരിക്കലും ഉണ്ടാകുകയില്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നുവോ? ഇല്ല, മനുഷ്യർ ഉള്ള കാലത്തോളം യുദ്ധങ്ങളും ഉണ്ടാകും. ആ പ്രമുഖ ശാസ്ത്രജ്ഞൻ പറയുകയുണ്ടായി. എന്താണ് സമാധാനമെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. നിത്യനായ ദൈവവുമായിട്ടുള്ള ജീവദായകമായ ബന്ധത്തിലേക്ക് മനുഷ്യൻ വരുന്നത് നിമിത്തം അവന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആത്മീയമായ യാഥാർത്ഥ്യമാണ് സമാധാനമെന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. വീണ്ടും പറയുന്നു, നിത്യനായ ദൈവവുമായുള്ള ജീവദായകമായ ബന്ധത്തിലേക്ക് മനുഷ്യൻ വരുന്നത് നിമിത്തം അവന്റെ ഹൃദയത്തിലുണ്ടാകുന്ന ആത്മീകമായ യാഥാർത്ഥ്യമാണ് പീസ് അല്ലെങ്കിൽ സമാധാനം പറയുന്നത്. വേദപുസ്തകം എടുത്ത എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13 തൊട്ട് 14 വരെ നോക്കുക. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. 14-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണമെന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും. 16-ാമത്തെ വാക്യം ശ്രദ്ധിക്കൂ. ക്രൂശിന്മേൽ വെച്ച്
ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. ക്രൂശിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സമാധാനം, സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നതെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുകയാണ്. യേശുക്രിസ്തുവിലേക്ക് വരുമ്പോൾ, ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരുമ്പോൾ, അസമാധാനത്തിൽ തുടരുന്ന ഏതു വ്യക്തി ജീവിതത്തെയും സമാധാനത്തിലേക്ക് നയിക്കാൻ കഴിയുമെന്നറിയുക. യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരുവൻ, ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരുന്ന ഒരുവൾ ക്രിസ്തുവേശുവിലൂടെ ദിവ്യ സമാധാനത്തിന് അവകാശികളായി മാറുകയാണ്. യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരുവൻ, യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വരുന്ന ഒരുവൾ ഇന്നുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത വലിയ സമാധാനം ഹൃദയത്തിൽ ഒന്ന് നിറയുക. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സമാധാനത്തിന് വേണ്ടി കൊതിക്കുന്ന, ദാഹിക്കുന്ന, ഒരു സമാധാനത്തിന് വേണ്ടി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം കുടുംബങ്ങൾ ഞങ്ങളെ ഇപ്പോൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരേ ഒരു കാര്യം ഇതാണ്: ലോകം എത്ര പുരോഗമിച്ചാലും അവിടെയൊന്നും നിങ്ങൾക്ക് സമാധാനം കണ്ടെത്താൻ കഴിയത്തില്ല. എന്നാൽ സമാധാനത്തിന്റെ ഉടയവനായ യേശു ക്രിസ്തുവിലൂടെ നിങ്ങൾക്ക് ദിവ്യ സമാധാനം അനുഭവിച്ചറിയാൻ കഴിയും. ശ്രദ്ധിച്ചാട്ടെ, ക്രൂശിലെ മരണത്താൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അറ്റുപോയ അല്ലെങ്കിൽ മുറിഞ്ഞുപോയ, ബ്രേക്കായി പോയ ബന്ധം യോജിപ്പിക്കുകയുണ്ടായി. ക്രൂശിലെ മരണത്താൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, അറ്റുപോയ ബന്ധം, മുറിഞ്ഞുപോയ ബന്ധത്തെ യോജിപ്പിച്ചു ക്രൂശിലെ മരണത്താൽ. അതിനാലാണ് വേദപുസ്തകം പറയുന്നത്, അവൻ നമ്മുടെ സമാധാനം. യേശുക്രിസ്തു നമ്മുടെ സമാധാനമെന്ന് പറയാൻ, അവൻ നമ്മുടെ സമാധാനമെന്ന് പറയാനുള്ള കാരണം അറ്റുപോയ ബന്ധത്തെ യോജിപ്പിച്ചതാണ്. ആ കാലത്ത് ആയിരുന്നവരെ അവൻ, അകാലത്ത് ആയിരുന്നവരെ അവൻ അടുപ്പിച്ചു. ഇരു കൂട്ടരെയും അവൻ യോജിപ്പിച്ചു. ഏത് കാലഘട്ടത്തിലും യോജിക്കാതെ കിടന്നിരുന്ന മണ്ഡലത്തെ അവൻ യോജിപ്പിച്ചു. അവനിലൂടെ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ എന്ന് അറിയുക. ദൈവം മനുഷ്യന്റെ ശത്രുവായി തീർന്നതല്ല, നാം തെറ്റ് തിരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിന്റെ ശത്രുക്കളായി തീർന്നതാണ്. നാം തെറ്റിനെ നമ്മൾ സെലക്ട് ചെയ്തെടുത്തപ്പോഴാണ് ദൈവത്തിന്റെ ശത്രുക്കളായി നമ്മൾ മാറിയത്. ഏദൻ തോട്ടത്തിലാണ് ഇതിന്റെ തുടക്കം കുറിച്ചത്. ആദാം സാത്താനോട് ചേർന്ന് ദൈവത്തിനെതിരെ മത്സരിച്ചു. അവിടെയാണ് ശത്രുത്വം ആരംഭിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ ദൈവത്തിനെതിരെ ശത്രു മത്സരിച്ചപ്പോൾ അവിടെ ശത്രുത്വം തുടങ്ങിയിരിക്കുന്നു. ഇനി പറയുന്നത് ശ്രദ്ധിച്ചാലും, ദൈവത്തെ കൂടാതെ സന്തോഷവും സമാധാനവുമായി ജീവിക്കുവാനുള്ള മനുഷ്യന്റെ വ്യർത്ഥമായ പരിശ്രമങ്ങളുടെ രേഖയാണ് മനുഷ്യന്റെ ചരിത്രമെന്ന് പറയുന്നത്. മനുഷ്യന്റെ ചരിത്രം പഠിക്കുമ്പോൾ ദൈവത്തെ കൂടാതെ അവൻ വളർന്നു വരുവാൻ ശ്രമിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ചരിത്രം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യമില്ലാതെ അവൻ ഉയരങ്ങളിൽ എത്താൻ ശ്രമിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ചരിത്രം പഠിക്കുമ്പോൾ ദൈവവുമായിട്ട് ബന്ധപ്പെടാതെ മനുഷ്യന്റെ സ്വന്തം കഴിവിൽ, വിവേകത്തിൽ ഊന്നി മനുഷ്യൻ ആ രീതിയിൽ വളർന്നു വന്ന അനുഭവങ്ങൾ അവന്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇസ്രായേൽ സത്യ നിത്യ ദൈവമായ സ്വർഗസ്ഥനായ ദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ തുടങ്ങിയപ്പോൾ അവർക്ക് സമാധാനം നഷ്ടപ്പെടുകയും മറ്റു രാജ്യങ്ങൾക്ക് അടിമപ്പെടുകയോ തുടർച്ചയായ യുദ്ധത്തിൽ ഏർപ്പെടുകയോ ചെയ്യേണ്ടതായിട്ട് വന്നു. എന്തുകൊണ്ടാണ് സ്വന്തം ജനമായ ഇസ്രായേൽ മറ്റ് പലർക്കും അടിമകളായിട്ട് മാറിയത്? എന്തുകൊണ്ടാണ് സ്വന്തം ജനമായ ഇസ്രായേൽ മറ്റു ദേശങ്ങളിലേക്ക് ചിതറിപ്പോകേണ്ട അനുഭവം ഉണ്ടായത്? എന്തുകൊണ്ടാണ് സ്വന്തം ജനമായ ഇസ്രായേലിന് പ്രതിസന്ധികൾ ഉണ്ടായത്? നിത്യ സത്യ ദൈവമായ സർവശക്തനായ ദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ തുടങ്ങിയ സമയത്ത് അവർക്ക് സമാധാനം നഷ്ടപ്പെട്ടു. അതാണ് വാസ്തവം എന്ന് പറയുന്നത്.
ഓർക്കുക, ജീവിക്കുന്ന സത്യദൈവത്തിൽ നിന്ന് അകന്നുള്ള ഓരോ ചുവടുവയ്പും കലഹത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ്, അല്ലെങ്കിൽ പരാജയത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ്. വീണ്ടും പറയുന്നു, ജീവിക്കുന്ന സത്യദൈവത്തിൽ നിന്ന് അകന്നുള്ള ഓരോ കാൽവയ്പും കലഹത്തിലേക്കോ നഷ്ടത്തിലേക്കോ പരാജയത്തിലേക്കോ ഉള്ള ചുവടുവയ്പ്പുകളാണെന്നറിയുക. എഫേസ്യ ലേഖനം 2:14 ശ്രദ്ധിക്കുക. അവൻ നമ്മുടെ സമാധാനം. ഒരാൾക്ക് എങ്ങനെ സമാധാനമായിട്ടിരിപ്പാനായിട്ട് കഴിയും? എഫേസ്യ ലേഖനം നമ്മൾ വായിച്ച് ശുശ്രൂഷിച്ചതാണ്. അവിടെ നമ്മൾ കണ്ടു, പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അവൻ നമ്മുടെ സമാധാനം. എങ്ങനെയാണ് ഒരാൾക്ക് സമാധാനപരമായിട്ട് ജീവിക്കാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഒരാൾക്ക് സമാധാനപരമായി തുടരാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഒരുവൾക്ക് സമാധാനത്തിൻ്റെ കുടക്കീഴിൽ ആയിത്തീരാൻ കഴിയുന്നത്? എങ്ങനെയെന്നാൽ, ഒരു യഹൂദൻ യേശു കർത്താവിൽ വിശ്വസിക്കുമ്പോൾ ജാതീയമായ വേർതിരിവില്ലാതെ ക്രിസ്തുവിൽ ആയിത്തീരുന്നു. ഏവർക്കും കർത്താവിൽ ആയിത്തീരാം അവനിൽ വിശ്വസിച്ചാൽ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, വിശ്വസിക്കുന്ന യഹൂദനും ജാതിയും മുൻപ് ശത്രുക്കളും ഭിന്നിക്കപ്പെട്ടവരുമായിരുന്നു. അവരുടെ പഴയകാല ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരും ആയിക്കൊള്ളട്ടെ, അവര് ശത്രുക്കളായിരുന്നു, ഭിന്നിക്കപ്പെട്ടവരായിരുന്നു, ചിതറിപ്പോയവരായിരുന്നു. എന്നാൽ ഇപ്പോൾ രണ്ടു കൂട്ടരും ക്രിസ്തു യേശുവിൽ ഒന്നായി ചേർന്നിരിക്കുകയാണ്. ഈ വലിയ മർമ്മമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ ശക്തമായിട്ട് നിങ്ങളോട് അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഭിന്നിക്കപ്പെട്ടു പോയ, ചിതറിപ്പോയ, നഷ്ടപ്പെട്ടു പോയ, ഒരിക്കലും യോജിക്കാൻ സാധ്യതയില്ലാത്തത് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ, ക്രൂശിന്റെ മരണത്താൽ ഈ രണ്ട് കൂട്ടരെയും ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്തിരിക്കുന്നു. ഇതാണ് പുതിയ നിയമത്തിന്റെ സത്യമെന്ന് പറയുന്നത്. ഇന്ന് ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അനേക വ്യക്തികളെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് ആത്മാവിൽ കാണാൻ കഴിയുന്നുണ്ട്. ക്രിസ്തുവിൽ ആയിത്തീർന്നപ്പോൾ സ്വാഭാവികമായിട്ട് അവർ അന്യോന്യം ഒന്നിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിൽ ആയിത്തീർന്നു, ഇൻ ക്രൈസ്റ്റിൽ വന്നപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അന്യോന്യം ഒന്നിക്കപ്പെടുകയാണ്. ആകയാൽ മീഖ പ്രവചിച്ചതുപോലെ ഒരു മനുഷ്യൻ സമാധാനമായി തീരുകയാണ്. മീഖ പ്രവചനം 5:5 ശ്രദ്ധിക്കുക. അവൻ സമാധാനമാകും അശൂർ നമ്മുടെ ദേശത്ത് വന്ന് നമ്മുടെ അരമനകളിൽ ചവിട്ടുമ്പോൾ നാം അവരുടെ നേരെ 7 ഇടയന്മാരെയും 8 മാനുഷ്യ പ്രഭുക്കന്മാരെയും നിർത്തും എന്ന വചനം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവിൻ്റെ പ്രവർത്തികൾ നമുക്ക് സമാധാനമായി തീർന്നു. എഴുതി വയ്ക്കാം, യേശു ക്രിസ്തുവിൻ്റെ പ്രവർത്തികൾ നമുക്ക് സമാധാനമായിട്ട് ഭവിക്കുകയുണ്ടായി. മനുഷ്യകുലം എക്കാലത്തും ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതാണ് ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകണം. അങ്ങനെ വലിയ പ്രശ്നത്തിലൂടെയും പ്രതികൂലത്തിലൂടെയും ഇരുണ്ടൊരു കാലഘട്ടത്തിൽ കടന്നുപോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇതാ ഒരുവൻ സമാധാനമായി വെളിപ്പെടുകയാണ്. യേശുക്രിസ്തുവിന്റെ പ്രവർത്തികൾ നമുക്ക് സമാധാനം നൽകി തരുന്നതാണ്. യേശുക്രിസ്തുവിന്റെ പ്രവർത്തികൾ നമുക്ക് സന്തോഷം നൽകി തരുന്നതാണ്. യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മളെ സൗഖ്യമാക്കുന്നതാണ്. യേശുക്രിസ്തുവിന്റെ പ്രവർത്തികൾ എന്ന് പറയുന്നത് സമാധാന അന്തരീക്ഷത്തിൽ തുടരാൻ നമ്മളെ ആ നിലയിൽ മുൻപോട്ട് നയിക്കുന്നതാണ്. വിശ്വസിക്കുന്ന യഹൂദനും വിശ്വസിക്കുന്ന ജാതിയും ഒന്നാക്കപ്പെട്ടു. ഇതാണ് ക്രൂശിൽ വെച്ച് നടന്നത്. വിശ്വസിക്കുന്ന ഏവരും ഒന്നാക്കപ്പെട്ടു, ശത്രുത്വം ഇല്ലാതെയായി. വിശ്വസിക്കുന്ന യഹൂദനാകട്ടെ, വിശ്വസിക്കുന്ന ജാതികളാകട്ടെ, ആര് തന്നെ ആയിരുന്നാലും ചിതറിപ്പോയവർ ഒന്നായിത്തീരും. അവരൊന്നാക്കപ്പെട്ടു. ആ വിടവ് നികന്നു വന്ന് ഒന്നായി തീർന്നു. അവർ ഇനി യഹൂദന്മാരോ ജാതികളോ അല്ല, പിന്നെയോ യേശു കർത്താവിന്റെ ശിഷ്യഗണങ്ങളാണ്. വിശ്വസിക്കുന്നവർ, കർത്താവിനെ പിൻപറ്റുന്നവർ ഇനി ജാതികളോ യഹൂദന്മാരോ അല്ല, അവന്റെ ശിഷ്യന്മാരാണ്. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ വിശ്വസിക്കുന്ന സമയം മുതൽ, നിങ്ങൾ അവനെ പിൻപറ്റുന്ന നിമിഷം തൊട്ട് നിങ്ങൾ അവന്റെ ശിഷ്യന്മാരാണ്. ഡിസൈപ്പിൾ ഓഫ് ജീസസ്, നിങ്ങൾ അവന്റെ ശിഷ്യന്മാരാണ്. സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, ഒരു സംഘടനയുടെ വ്യക്താവെന്ന് അറിയുന്നതിനേക്കാൾ, ഒരു സഭയുടെ വ്യക്താവെന്ന് അറിയുന്നതിനേക്കാൾ നല്ലത് അവന്റെ ശിഷ്യന്മാരായിട്ട് അറിയപ്പെടുന്നതാണ് ഏറ്റവും അനുഗ്രഹമെന്ന് പറയുന്നത്. നാം ഓരോരുത്തരും അവന്റെ ശിഷ്യഗണങ്ങളാണെന്നറിയുക.
യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ 12 ശിഷ്യന്മാർ കൂടാതെ തന്നെ അനവധി ശിഷ്യന്മാര്, രഹസ്യ ശിഷ്യന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അവരെ പിൻപറ്റുന്ന ധാരാളം പേര് ഈ കേരളത്തിലുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. രഹസ്യമായിട്ട് കർത്താവിനെ പിൻപറ്റുന്ന ധാരാളം പേര് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ചിതറിപ്പാർക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം ജഡത്തിന്റെ ദേശീയത പോലുള്ള എല്ലാ വേർതിരിവുകളും ക്രൂശിന്മേൽ തകർക്കപ്പെട്ടു എന്നറിയുക. ക്രൂശിന്മേൽ സകലതും തകർക്കപ്പെട്ടു. ക്രൂശിന്മേൽ അത് സകലതും തകർക്കപ്പെട്ടത് കൊണ്ടാണ് ശത്രുത്വം ഇല്ലാതെയായത്. ക്രൂശിൽ സകല വിടവുകളും നികന്നു വരികയായിരുന്നു. ക്രൂശിന്റെ യാഗത്താൽ, യേശുക്രിസ്തുവിന്റെ യാഗത്താൽ ഒരിക്കലും യോജിക്കാതെ ഇരുന്നത് ഒന്നായി തീരുകയായിരുന്നു. പുതിയ ഒരു നിയമത്തിന്റെ കീഴിലേക്ക് വരികയായിരുന്നു. എപ്പോഴാണ്? യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നപ്പോൾ. വേർപാടിന്റെ നടുച്ചുവരാണ് തകർത്തു കളഞ്ഞത്. ആ സെന്റൻസ് എനിക്ക് വളരെ പ്രചോദനം നൽകിയ ഒരു സെന്റൻസ് ആണ്. വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. അക്ഷരികമായ മതിലല്ല, പിന്നെയോ മോശയിയ പ്രമാണങ്ങൾ, കൽപ്പനകൾ, നിയമങ്ങൾ എന്നിവയാൽ ഇസ്രായേൽ ജനവും ഇതര ജാതികളും തമ്മിൽ വേർതിരിയപ്പെട്ട സാങ്കല്പിക ചുവരാണത്. ദേവാലയത്തിലെ പ്രാകാരത്തിലേക്ക് യഹൂദന്മാർ അല്ലാത്തവർക്ക് പ്രവേശനം തടയപ്പെട്ടിരുന്നു. അവിടെ അതിക്രമിച്ച് കടക്കരുതെന്ന ചൂണ്ടുപലക ഉണ്ടായിരുന്നു. ഇതര ജാതികൾ വിശുദ്ധ മന്ദിരത്തിന്റെ ചുറ്റുമുള്ള അതിർത്തിക്കെട്ടിനുള്ളിൽ പ്രവേശിക്കാൻ പാടില്ല. അപ്രകാരം ചെയ്ത് പിടിക്കപ്പെട്ടാൽ അവർക്ക് ഭവിക്കുന്ന മരണശിക്ഷയ്ക്ക് അവർ തന്നെ ഉത്തരവാദികളായിരിക്കും. ഇതെല്ലാമാണ് യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ തകർത്ത് കളഞ്ഞത്. യേശുക്രിസ്തുവിന്റെ വേലയുടെ മൂന്നാമത്തെ വശം എന്ന് പറയുന്നത് യഹൂദനും ജാതിയും മനുഷ്യനും ദൈവവും തമ്മിൽ ഉണ്ടായിരുന്ന ശത്രുത്വത്തെ നീക്കിക്കളഞ്ഞു എന്നുള്ളതാണ്. ക്രൂശിൽ വച്ച് നമ്മുടെ മേൽ വന്ന ശത്രുത്വം ഇല്ലാതെയാക്കി മിത്രമാക്കി മാറ്റി. ക്രൂശിന്റെ ശത്രുക്കളെന്ന പേര് മാറ്റിയിട്ട് മിത്രങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. ഇന്ന് പകലിൽ ഈ എപ്പിസോഡിലൂടെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ശത്രുത്വം ഇല്ലാതെയാക്കി നമ്മളെ അവൻ മിത്രമാക്കി മാറ്റിയിരിക്കുന്നു. വലിയ ഒരു ഇന്ന് വരെ ഒരു നേതാക്കന്മാർക്കും ചെയ്യാൻ കഴിയാത്ത വലിയൊരു ക്രൂശിൽ അവൻ ചെയ്തിരിക്കുന്നത്. എന്താണ്? ശത്രുത്വത്തെ ഇല്ലാതാക്കി, വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു, മരണം ഇല്ലാതെയാക്കി. ഇതാ പുതിയൊരു അനുഭവത്തിലേക്ക് എന്നെയും നിങ്ങളെയും അവൻ കൂട്ടിക്കൊണ്ടുവന്നു. എങ്ങനെയാണ്? യേശുക്രിസ്തുവിന്റെ യാഗത്താൽ. അവിടെയാണ്, ആ പോയിന്റിലാണ് സമാധാനം മുഴുവനും ഒളിഞ്ഞു കിടക്കുന്നത്. ലോകം മുഴുവൻ ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് ഒരിറ്റു സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഭവനത്തിൽ ഒരുപാട് സാമ്പത്തികം ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. നിങ്ങൾ വലിയ ഡിഗ്രി ഉള്ളവരായിരിക്കാം. നിങ്ങൾക്ക് ധാരാളം സ്നേഹിതന്മാരുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ല. നിങ്ങൾ ഒരുപാട് ലോകയാത്രകൾ നടത്തിയിട്ടുള്ളവരായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ സമാധാനം അനുഭവിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ക്രൂശിന്റെ ചുവട്ടിലേക്ക് കടന്നു വരുമ്പോൾ യഥാർത്ഥത്തിൽ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ തുടങ്ങുകയാണ്. ആ ക്രൂശിന്റെ അടുക്കിലേക്ക് ഓടി വരുമ്പോൾ ഹൃദയത്തിന്റെ അകത്തളത്തിലേക്ക് സമാധാനം ക്രൂശിൽ നിന്ന് ഒഴുകി വരികയാണ്. ഈ വലിയ വെളിപ്പാട് നിങ്ങളിലേക്ക് വളരെ വളരെ പ്രാർത്ഥിച്ച ഞങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നു. യഹൂദനും ജാതിയും മനുഷ്യനും ദൈവവും തമ്മിൽ ഉണ്ടായിരുന്ന ശത്രുത്വം നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അത് ഏത് കാലഘട്ടത്തിലും, ഏത് സന്ദർഭങ്ങളിലും, ഏത് സമയങ്ങളിലും ആ ശത്രുത്വം നീക്കി എന്ന് പറയുമ്പോൾ അവിടം തൊട്ട് നമ്മളുടെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്നും സമാധാനം ഇങ്ങനെ പൊങ്ങി വരും നമുക്ക് കാണാൻ കഴിയും. ഈ ശത്രുത്വം നീക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പറ്റത്തില്ല. ലോകത്തിലെ ഇന്നത്തെ കണ്ടുപിടുത്തങ്ങൾക്ക് പറ്റത്തില്ല. ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾക്ക് ഈ ശത്രുത്വം ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ക്രൂശിന്റെ രക്തത്താൽ മാത്രമേ ഈ ശത്രുത്വം മാറ്റിക്കളയാൻ കഴിയത്തുള്ളൂ. ശാസ്ത്രം പറഞ്ഞ ഒരു പോയിന്റ് കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഇന്നേക്ക് 8 വർഷം കഴിയുമ്പോൾ ലോകത്തു നിന്നും ക്യാൻസർ എന്ന് പറഞ്ഞ മാരകമായ ആ വ്യാധിയെ എടുത്തു മാറ്റാൻ കഴിയുമെന്നാണ് ശാസ്ത്രം അവകാശപ്പെടുന്നത്. എങ്ങനെയാണെന്നറിയാമോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്താൽ.
അനേക വർഷങ്ങൾ, അതായത് 40 വയസ്സുള്ള ഒരാളെ അല്ലെങ്കിൽ 35 വയസ്സുള്ള ഒരാൾക്ക് 10 വർഷം കഴിഞ്ഞാണ് ക്യാൻസർ വരാൻ സാധ്യതയെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ട് അത് കണ്ടെത്തിയിട്ട് ആ നിലയിൽ വാക്സിൻ പോലുള്ള സംഭവങ്ങൾ അവരിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു. അങ്ങനെ ലോകത്ത് തന്നെ ക്യാൻസറിനെ എടുത്തു മാറ്റാൻ കഴിയുമെന്നാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്, ആർട്ടിഫിഷ്യൽ AI സാന്നിധ്യം നിമിത്തമായിട്ട്. എന്നാൽ ക്രൂശിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ശത്രുത്വം, വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു കളയാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കഴിയത്തില്ല. യേശുക്രിസ്തുവിന്റെ രക്തത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാ കണ്ണുകളും അടച്ചാട് യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ജനത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലൈവ് പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മ്യാൻമാറിൽ കഴിഞ്ഞ ദിവസമുണ്ടായ വലിയ ഭൂകമ്പം നിമിത്തമായിട്ട് ഭാരപ്പെടുന്നവര്, നമ്മുടെ ചില സഹോദരന്മാർ ആ ദേശത്ത് ജോലിയിലായിരിക്കുന്നവരെ വിളിക്കുകയുണ്ടായി. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെ ആ രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സമാധാന അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലൈവ് പ്രോഗ്രാം ഇവിടെ നടക്കുമ്പോൾ തന്നെ ഇറ്റലിയുടെ ദേശത്തായിരിക്കുന്ന രേഖ സിസ്റ്ററേയും കുടുംബത്തെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആ സിസ്റ്ററേയും കുടുംബത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥലത്ത് ദൈവത്തിന്റെ ഫേവർ വെളിപ്പെടേണ്ടതിന് പ്രത്യേകം ഇറ്റലിയുടെ ദേശത്തായിരിക്കുന്ന ആ കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കന്മാരെ, ആ പ്രിയ മകൾ, അവർക്ക് ദാനമായി കൊടുത്ത പ്രിയ മകൾ മാതാപിതാക്കന്മാർക്ക് അനുസരിച്ച് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകുവാൻ ദൈവിക ഇടപെടൽ ആ മകളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ലോകം മുഴുവൻ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ വലിയൊരു അത്ഭുതം ആ കുഞ്ഞുമകളിൽ വെളിപ്പെട്ട് വരേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ പൈശാചിക ബന്ധനങ്ങളും യേശു കർത്താവിന്റെ നാമത്തിൽ ആ മകളിൽ നിന്ന് മാറിപ്പോകട്ടെ. എല്ലാ അനുസരണക്കേടും മാറിപ്പോകട്ടെ. അനുഗ്രഹിക്കപ്പെടട്ടെ, മാനിക്കപ്പെടട്ടെ. പിതാക്കന്മാരെ ഐശ്വര്യമായി അനുഗ്രഹിച്ചവനായ ദൈവം ഈ കുടുംബത്തെയും ഐശ്വര്യമായി മാനിക്കട്ടെ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ കുടുംബങ്ങളെല്ലാം അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശു കർത്താവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സഹോദരങ്ങൾ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായി തീർന്നു എന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ വീണ്ടും കണ്ടുമുട്ടും വരെയും അത്യുന്നതന്റെ ചിറകൻ മറവിൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ.